മുറിച്ചു മാറ്റണമെന്ന് പലകുറി അപേക്ഷ സമർപ്പിച്ചിട്ടും വെട്ടി നീക്കാതിരുന്ന മരമാണ് വിജയൻ്റെ സ്വപ്നങ്ങൾക്ക് മേൽ പതിച്ചത്. പത്തനംതിട്ട റാന്നി മേഖലയിൽ ഇന്നലെ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ ഇദ്ദേഹത്തിനുണ്ടായ നഷ്ടം ചെറുതല്ല. തേക്ക് പിഴുതു വീണ് വിജയൻ്റെ കാറും തകർന്നു. CK അഭിലാഷിൻ്റെ റിപ്പോർട്ടിലേക്കാണ്. ഐക്കാട്ടുമണ്ണിൽ മേപ്പുറത്ത് വിജയൻ്റെ വീടാണ്. സമീപവാസിയായിട്ടുള്ള അപ്സരയുടെ പുരയിടത്ത് നിന്നിരുന്ന പടുകൂറ്റൻ തേക്കുമരമാണ് മൂടെ പിഴുത് അദ്ദേഹത്തിൻ്റെ വീടിന് മുകളിലേക്ക് വീണത്. കാർപോർച്ചിലുണ്ടായിരുന്ന കാറിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടിൻ്റെ കോൺക്രീറ്റ് മേൽക്കൂരയ്ക്കടക്കം കേടുപാട് സംഭവിച്ചിരിക്കുന്നു. അടുക്കള ഭാഗം പരിപൂർണമായി തകർന്നിട്ടുണ്ട്. ഈ സമയം വിജയനും ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മഴയുണ്ടായിരുന്നല്ലേ? ചെറിയ മഴയുണ്ടായിരുന്നു, ചാറ്റ മഴയായിരുന്നു. പക്ഷേ കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു. കാറ്റ് ഇത് ഞങ്ങൾ മുറിക്കാതിരിക്കുക. അപ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഇറങ്ങി വന്നപ്പോൾ മരം നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് വീട് മൊത്തം അങ്ങ് നിലം പൊതിച്ച്. 3 മുറികൾക്ക് മേൽക്കൂര, 3 മുറിയുടെയും മേൽക്കൂര പോയി. അത് വാട്ടർ ടാങ്ക് അത് പൊട്ടിപ്പോയി. ഒരു കാർ മുറ്റത്തിരുന്ന് അത് മൊത്തം ബൈക്ക് ഇതെല്ലാം നശിച്ചു പോയി. ഞാൻ ഈ മഴ പെയ്തപ്പോൾ ഇങ്ങോട്ടിറങ്ങി വന്നായിരുന്നു. ചേട്ടൻ അന്നേരം വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കുമായിരുന്നു. പുള്ളിക്ക് അറ്റാക്കിൻ്റെ അവസ്ഥയുള്ള ആളാണ്. പിന്നെ ഞാനന്നേരം പറഞ്ഞെന്നാൽ നിങ്ങളെന്തിനാ ഇങ്ങനെ കിടക്കുന്ന, എണ്ണീര് കാറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ വാതിക്കോട്ട് വരുമായിരുന്നു. ഈ മരം പിന്നെ ഞാൻ പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ നിവൃത്തിയില്ല. അടുക്കളക്കതവിൻ്റെ അവിടോട്ട് ഈ തേക്കിൻ്റെ ഇത് കിടക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഞാൻ പിന്നെ പിടിച്ച് വലിച്ച തേക്കിൻ്റെ കമ്പ് പിടിച്ച് കറണ്ട് വയറും ഇങ്ങനെ കിടക്കുമല്ലേ, പെരയ്ക്കകത്തെല്ലാം കൂടെ കറണ്ട് വങ്ങാവില്ലയോ. എന്തോ ചെയ്യാൻ, ഏതായാലും ഞങ്ങളുടെ കഷ്ടകാലം ഞങ്ങളുടെ കടക്കാടം പോയി. അല്ല എന്താ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാമോ. ആർക്കൊക്കെ പരാതി കൊടുത്തിരുന്നു? ആദ്യം 3 വർഷത്തിന് മുമ്പേ ഇവിടെ മുഴുവൻ കാടായിരുന്നു. അന്ന് ചേട്ടൻ കളക്ട്രേറ്റിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെ വന്ന കാടി ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയാണ് കൊണ്ട് കൊടുത്ത്. വരുമ്പോഴെല്ലാം കാണിച്ചത് വെട്ടിക്കളയണം. കോതി നിർത്താൻ കോതി. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിവർത്തിയില്ലാത്തവരാണ്, ഞങ്ങൾക്കൊരു പെരയുടെ മണ്ടയ്ക്ക് വീഴുമെന്ന് ഈ 4 ദിവസം മുന്നേ വന്നപ്പോഴും പറഞ്ഞത്. അപ്പോൾ അത് കേട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുകയല്ലോ. റാന്നിയുടെ പ്രാന്തപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ കോന്നി താലൂക്ക് പരിധിയിലും നിരവധി ഇടങ്ങളിൽ കാറ്റിനെ തുടർന്ന് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയോ കടപുഴകി വീഴുകയോ ചെയ്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടുകളുടെ മുകളിലേക്ക് വീണ മരങ്ങൾ വാഹനങ്ങൾക്കും കേടുപാട് വരുത്തിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് KSEB അധികൃതർ വിശദീകരിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.